യാഗമായി സ്വന്തം ജീവനെ തന്നതിനാ. ഞാൻ സങ്കേതമായി എന്റെ കൂടെയുണ്ട്, അവൻ മാത്രമൻ നല്ലിടയൻ. തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാ, കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. ഇന്നും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാനും അവൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ചിന്തിക്കുവാനും സ്വർഗം നമുക്ക് തന്നിരിക്കുന്നതായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ചിന്താ വിഷയത്തിന് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വെളിപാടുകാരനായിരിക്കുന്ന യോഹന്നാൻ ഇപ്രകാരം പറയുന്നു: ഒരു മൃഗത്തിന് അതിനേറ്റവും മാരകമായിരിക്കുന്ന മുറിവുണ്ടായിരുന്നു. ആ മുറിവുകളൊക്കെയും ഉണങ്ങി അത് വീണ്ടും അതിൻ്റെ ശക്തി വീണ്ടെടുക്കുകയും സർവ്വഭൂമിയിലും അതിൻ്റെ അധികാരം അത് കാണിച്ചു എന്ന വചനം പറയുകയാണ്. നമ്മൾ വേദപുസ്തകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതായ സമയം ദാനിയേലും വെളിപാടും ഏറ്റവും മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്നതായ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് അനേക കാര്യങ്ങളെ നമ്മുടെ ചിന്താമണ്ണിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. പിന്നെയോ നാം ഏറ്റവും കൂടുതൽ ആത്മീയമായ ദൈവസന്നിധി നിൽക്കുകയും ദൈവവുമായിട്ട് നമ്മൾ നിലകൊള്ളുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നതായ അനേക സത്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിലേറ്റവും വലിയൊരു സത്യമാണ് ഈ രാജ്യം ഒരു നാൾ റോമ സാമ്രാജ്യത്തിൻ്റെ അധികാരങ്ങളിലേക്ക് പോവുകയും പോപ്പ് ഇതിനൊക്കെയും അധികാരിയായി നിൽക്കുന്നതായ ഒരു കാലഘട്ടമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനുദാഹരണവും കാരണങ്ങളുമുണ്ട്. നമ്മൾ ചരിത്രങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതായ സമയം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു കാലഘട്ടത്ത് ഡാർക്ക് ഏജസ് അല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടങ്ങൾ ഈ നാട്ടുകളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അക്കാലങ്ങളിലൊക്കെയും അന്നത്തെ പോപ്പുകൾ ആയിരുന്നു ഈ രാജ്യങ്ങളൊക്കെയും ഭരിക്കുകയും അതിനോടൊക്കെയും നിയന്ത്രണങ്ങൾ നടത്തിയെന്ന് കാണുവാൻ സാധിക്കുന്നു. അവരിലുണ്ടായിരുന്ന ഈ അധികാരങ്ങളെ പലപ്പോഴും അവർ ദുരുപയോഗം ചെയ്യുകയും വിശ്വാസികളെ അവിശ്വാസകരമായിരിക്കുന്ന പ്രവൃത്തികൾ കൂടെ അത് വിശ്വാസമാണ് എന്ന് പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. എങ്കിലും അതിനന്ത്യമായി നിൽക്കുന്നത് നെപ്പോളിയൻ ബോണാപ്പാർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ പോപ്പിനെ പിടിച്ച് അദ്ദേഹത്തിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതായ സമയം അതിനേറ്റവും വലിയ മുറിവുണ്ടാകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം ഈ മുറിവുകളൊക്കെയും ഉണങ്ങി ആ മൃഗം തൻ്റെ സ്വർഗീയമായിരിക്കുന്നതായ ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നതായ രീതിയിലുള്ളതായ ശക്തിയെ പ്രാപിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ നോക്കുന്നതായ സമയം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പോപ്പ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തി പതുക്കെ എടുത്ത് തുടങ്ങുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഇപ്പോൾ ഉള്ളതായ പോപ്പ് 2018 ഒരു പഠനത്തിൽ ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിന് 60% ആളുകൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ശരിയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്നതായ ജോൺ പോൾ രണ്ടാമനെ പോലെ അദ്ദേഹത്തിന് അത്രയും ശക്തിയില്ല എങ്കിൽ പോലും മറ്റുള്ളതായ പോപ്പുകളെക്കാളും അദ്ദേഹം ശക്തി പതുക്കെ പ്രാപിച്ചു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം പറയുന്നതായ ചില കൊട്ടേഷൻസുകൾ, അദ്ദേഹം പറയുന്നതായ ചില കാര്യങ്ങളൊക്കെയും ഇന്ന് ലോകരാജ്യങ്ങളും ലോകവും ഏറ്റെടുത്ത് തുടങ്ങിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പോലും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. 2 തെസ്സലോനിക്കയുടെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, അധർമ്മമൂർത്തികളായിരിക്കുന്നതായ മനുഷ്യനെ ജനം അംഗീകരിക്കുകയും അതിനോട് സ്നേഹം അർപ്പിക്കുകയും അതിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ ഏറ്റെടുത്തുകൊണ്ട് വാഴ്ത്തിപ്പാടുന്ന ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് ലോകത്തിൽ നോക്കി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോപ്പ് ഫ്രാൻസിസിൻ്റെ പല കൊട്ടേഷൻസും ഇന്ന് ജനങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പല വാക്കുകളും അദ്ദേഹം പറയുന്നത് അവർ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് അദ്ദേഹത്തെ അവർ ഹൃദയത്തിലേറ്റുമ്പോൾ, ഇന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും വരും കാലങ്ങളിൽ അദ്ദേഹം പറയുന്നതാണ് ശരി എന്നുള്ളതായ രീതിയിലേക്ക് അവരെല്ലാവരും കടന്നു വരും എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന സമയം
മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയായി നമസ്കരിക്കുന്നവരൊക്കെയും കൊല്ലേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു എന്ന് വചനം പറയുകയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നതായ സമയം കത്തോലിക്ക സഭയുടെ ഭരണാധികാരിയായിരിക്കുന്നതായ പോപ്പ് അദ്ദേഹം പറയുന്നതായ കാര്യങ്ങൾ കേൾക്കുവാൻ ഇന്ന് ജനങ്ങൾ അതിനുവേണ്ടി കാതോർത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നതായ കാര്യങ്ങൾ ശരിയാണ് എന്ന് അത് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അതിനായി പ്രവർത്തിക്കുന്ന ജനങ്ങൾ ഉള്ളതായി കാലഘട്ടത്ത് അപ്പോൾ വെളിപ്പാട് പുസ്തകം പറയുന്നതായ കാര്യം നിശ്ചയമായിട്ടും നടക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ അധികം നമ്മൾ അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ന് പോപ്പ് പറയുകയാണ്, നമ്മൾ ആചരിക്കുന്നത് ഞായറാഴ്ചയാണ് വിശുദ്ധ ദിവസമെന്നും ആ ദിവസം മാത്രമാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ജനങ്ങൾ അതൊക്കെയും ഉൾക്കൊള്ളുകയും അതിനൊക്കെയും വേണ്ടി അവർ പ്രയത്നിക്കുകയും അതിനൊക്കെയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ കാലഘട്ടത്തിൽ നമ്മുടെ ഒക്കെയും വിശ്വാസ ജീവിതം അവിടെ ചോദ്യം ചെയ്യാൻ പോകുന്നതായ സമയമാണ്. അതിനു മുമ്പായിട്ട് നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, ഈ രാഷ്ട്രീയ മതം ഈ ലോകത്തിലെ ഓരോ വ്യക്തികളെയും ഓരോ രാഷ്ട്രങ്ങളെയും അവരെ ഉൾക്കൈയിൽ തന്നെ അവർ കൊണ്ടുപോകുന്നതായ സമയവും അധിക കാലഘട്ടം ഇല്ല. ആയതിനാൽ വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുകയും നമ്മളോട് പറയുന്നതായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തിലെ ഈ ചിന്തകളും ഈ വിചാരങ്ങളിലേക്കും ഓരോ വ്യക്തികളും കടന്നു പോകുമ്പോൾ വചനം എന്നോട് എന്താണ് സംസാരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. കാരണം നമ്മളോട് വചനം പറയുന്നു, നീ സത്യവും നേരുമുള്ളവനായിരിക്കുക, നിന്റെ ജീവിതത്തിൽ നീ അറിഞ്ഞിരിക്കുന്ന സത്യത്തിൽ നീ മുറുകെ പിടിക്കണം. ശബദ് എന്ന് പറയുന്നതായ സത്യം നമുക്ക് ഏറ്റവും ദൈവം തന്നിരിക്കുന്ന ഒരു അടയാളമാണ്. ആ അടയാളത്തെ ഒരിക്കലും നാം മറന്നു പോകാതെ നാം ആ അടയാളത്തിന് അനുസരിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കപ്പെടും. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു രാഷ്ട്രം ഇന്ന് വിശ്വാസ ജീവിതത്തിൽ സത്യത്തിനെതിരായിട്ട് ഉണർന്നു വരുമ്പോൾ നാം അതിനോട് ആ സത്യത്തിനെതിരായിട്ട് നിൽക്കുന്നതായ സമയം നമ്മൾ ഓരോരുത്തരും ആ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളായിരിക്കുവാനും ദൈവം നിങ്ങളെയും എന്നെയും ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതർ വാസം ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്നടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാനും അങ്ങയുടെ വചനത്തെ ചിന്തിക്കുവാനും അവിടുന്ന് കൃപ ചെയ്യുക. സ്തോത്രം. ദൈവമേ, അടിയങ്ങൾ അറിഞ്ഞിരിക്കുന്നതായ ഈ സത്യവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ഈ സത്യത്തെ മറച്ചു നിന്നുകൊണ്ട് ഭൗതികമായിരിക്കുന്നതായ നേട്ടങ്ങൾക്കും ഭരണങ്ങൾക്കും വേണ്ടി ഉണർന്നു വരുന്നതായ പിശാചിൻ്റെ പല തന്ത്രങ്ങളെയും അടിയങ്ങൾ അറിഞ്ഞ് അതിനെതിരായി നിൽക്കുവാൻ ദൈവടിയങ്ങളെ ബലപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. അടിയങ്ങൾ കേൾക്കുന്നതായ വചനങ്ങൾ അടിയങ്ങൾക്ക് ദൈവസന്നിധിയിൽ എന്നും നിലനിൽക്കുന്നതായിരിക്കാൻ കൃപ ചെയ്യണം. അടിയങ്ങൾക്ക് ഇന്നത്തെ ദിവസം വേണ്ടുന്ന എല്ലാ നന്മകളും നിറയ്ക്കണം. വരും ദിവസങ്ങളിലും അടിയങ്ങൾ ആത്മാവിനാൽ ഉണർന്ന് ജീവിക്കാൻ കൃപ ചെയ്യണമെന്ന് ക്രിസ്തുയേശു മാത്രമല്ലേ പ്രാർത്ഥിക്കണം. പിതാവേ, ആമേൻ.